A very good morning to everyone. Okay, once again welcome back to my another video. Okay, നമ്മൾ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻട്രി എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൽ ഡയറി എൻട്രി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി അല്ലെ. എന്താണ് ബോയുടെ ഡയറി ചോദിക്കാം, അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിന്റെ ഡയറി ചോദിക്കാം, ഗ്രാൻഡ് മദറിന്റെ ഡയറി ചോദിക്കാം. ഇതൊക്കെ എന്താണ് ഒരു ഡയറിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ഡയറി എൻട്രി. ആര് ഡയറി? ബോയുടെ ഡയറി. വൈറ്റ് സ്ക്വരലിനെ കണ്ടതിന് ശേഷമുള്ള ആ ഒരു വൈറ്റ് സ്ക്വരലിനെ കണ്ടപ്പോ ബോയ്ക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ്, ദെൻ ഹാപ്പി, ബോയ്ക്ക് ഉണ്ടായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വെച്ച് നമ്മൾ അന്നത്തെ ദിവസം ബോയ് പ്രിപ്പയർ ചെയ്യുന്ന ബോയ് എഴുതുന്ന ഒരു ഡയറി അല്ലെ. ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം ഡേ ആൻഡ് ഡേറ്റ് ഉണ്ടാവണം, പിന്നെ എന്താണ് ടൈം കൊടുക്കുന്നതിനെ നിങ്ങൾക്ക് ടൈം എഴുതാം. പിന്നെ ഡയറി എന്നെല്ലാം പറഞ്ഞത് ലിറ്ററൽ ഫോം ആണ്. ഞാൻ അതിന്റെ ഫോമാറ്റ് ഡയറിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോമാറ്റ് അത് നിങ്ങൾ പോയി കാണുക. ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഡയറിന്റെ ഫോമാറ്റ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ വീഡിയോ നിങ്ങൾ കാണാം. നമുക്ക് നേരെ എന്താണ് ഡയറി ഈ ബോയുടെ ഡയറിയിലേക്ക് കിടക്കാം. ഓക്കെ, ഡയറി എഴുതുമ്പോൾ ഡേ ആൻഡ് ഡേറ്റ് ഉണ്ടാവണം പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആയിരിക്കണം നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. ക്ലിയർ? അത് നമുക്ക് എത്രത്തോളം എക്സാജറേറ്റ് ചെയ്തിട്ട് എത്രത്തോളം നമ്മൾ ആ ലാംഗ്വേജ് സ്റ്റൈലും നമ്മൾ ആ ഒരു നമ്മുടെ ഫീലിങ്സ് ആയിരിക്കും അല്ലെ ഡയറിയിൽ ഉണ്ടാവുക. നമ്മളപ്പോ ആ ഒരു ഫീലിങ്സ് എങ്ങനെയായിരിക്കും അത് നമ്മൾ ആ ലാംഗ്വേജിൽ അത്രയും ആലങ്കാരികമായി അത്രയും എക്സാജറേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യണം. അതിലാണ് നമുക്ക് ആ ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്നതിന് കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ എഴുതുന്ന പോലെ സാധാരണ പോയിന്റ്സ് എഴുതുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇൻട്രോ പാർട്ട് ഉണ്ടാവില്ല ഏതിലായാലും. ഇപ്പം ബാഡ് ഡേ ആയാലും ഹാപ്പി ഡേ ആയാലും ആ ഒരു ടൈം ഉണ്ടാകുന്ന ഒരു ഇൻട്രോ പാർട്ടില്ലേ, അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്സ് കിട്ടും. ഓക്കെ, നമുക്ക് ഡയറിയിലേക്ക് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ നോക്കിയേ. ആക്ടിവിറ്റി 5 നോക്കിയേ നിങ്ങൾ. ഇതാണ് And amongst the wall were the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels if he scribed down this unforgettable sight in his diary. How would it be? ഓക്കെ, എന്താ പറയുന്നത്? ആ ഒരു വൈറ്റ് റാറ്റിനെ കണ്ടതിന് ശേഷം ആ ബോയ്ക്ക് അത് അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട് അല്ലെ. വൈറ്റ് റാറ്റിനെ കണ്ട ആ ഒരു നിമിഷം നിങ്ങൾ ഓർക്കുക, ബോയുടെ ആ എക്സൈറ്റ്മെന്റും ആ ഒരു ദിവസം അത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ആ ഒരു അത്രയും വണ്ടർ അടിച്ചിട്ടുള്ളേ അല്ലെ ബോയ് ആ ഒരു വൈറ്റ് സ്ക്വയറിനെ കണ്ട ശേഷം. അപ്പൊ അന്നത്തെ ദാറ്റ് ഡേ ആ ഒരു ബോയ് എഴുതുന്ന ഡയറി, ആ അന്നത്തെ ദിവസം ബോയുടെ ഫീലിങ്സും ബോയുടെ ഫീലിങ്സ് വെച്ചിട്ട് എന്താണ് ബോയ് എങ്ങനെയായിരിക്കും ആ ഒരു ഡയറി എൻട്രി ചെയ്യുക. കാരണം നമ്മളിവിടെ എന്താണ് ബോയുടെ സ്ഥാനത്ത് നമ്മളായിരിക്കണം, അങ്ങനെ വെച്ചിട്ടില്ലേ നമ്മൾ എഴുതാം. ബോയുടെ സ്ഥാനത്ത് നമ്മളായിക്കൊണ്ട് എങ്ങനെയായിരിക്കും ആ ഒരു ഫീലിങ്സും അന്നത്തെ ദിവസം അവൻ ആ ഡയറിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡയറി എൻട്രി തന്നെയാണ് ഇത്. ഓക്കെ, കമ്മിങ് ടു ദ ഡയറി, നമുക്ക് ഡയറിയിലേക്ക് വരാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഇൻട്രോ പാർട്ടൊക്കെ എഴുതാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ദ ഡയറി. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡേ ആൻഡ് ഡേറ്റ് എഴുതാം, ദെൻ ടൈമും കൂടെ എഴുതാം. ഓക്കെ, സൺഡേ 20th January, മന്തും കൂടെ കൊടുക്കാം. 9 PM അല്ലെങ്കിൽ 10 PM ആ ടൈം, ആ ഡയറി എഴുതുന്ന ടൈം 9 PM അല്ലെങ്കിൽ 10 PM എന്ന് നോക്കിയാൽ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻട്രോ കൊടുക്കേണ്ടതെന്ന് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഡേ ആണല്ലേ, എക്സൈറ്റ്മെന്റ് ആൻഡ് ഹാപ്പി ആണല്ലേ ഇന്നത്തെ ദിവസം. വൈറ്റ് റാറ്റിനെ കണ്ട ഒരു ദിവസം എന്താണ് പോയിട്ടുള്ളത്? എക്സൈറ്റ്മെന്റ് ആൻഡ് ഹാപ്പി. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഹാപ്പി വെച്ചിട്ടായിരിക്കണം ഇൻട്രോ തുടങ്ങാൻ. ബാഡ് ഡേ ആണെങ്കിൽ ഇൻട്രോ തുടങ്ങുന്നത് ആ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആൻഡ് ഹാപ്പി ആണ്. അപ്പൊ എങ്ങനെയാ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിയേ. ഓ മൈ ഗോഡ്, നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ ലിറ്ററൽ ഫോമിൽ. ഓ മൈ ഗോഡ്, ദൈവമേ. അപ്പൊ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. ഓ മൈ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. ഓ എന്റെ ദൈവമേ, ഞാൻ ഇത് വളരെയധികം ആവേശഭരിതനും സന്തോഷവാനുമാണല്ലേ എന്റെ ദൈവമേ. ഓ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. ദെൻ നോക്കിയേ. ടുഡേ വാസ് an unforgettable day to me. ഇന്ന് ഒരു മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അതിൽ നമുക്ക് ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത, കാരണം ഈ ഒരു സെന്റൻസ് നമുക്ക് ഒരു ബാഡ് ഡേ ആണെങ്കിലും ഹാപ്പി ഡേ ആണെങ്കിലും നമുക്ക് ഈ ഒരു സെന്റൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടുഡേ വാസ് an unforgettable day to me. ദിവസം എനിക്ക് വളരെയധികം മറക്കാൻ പറ്റാത്തതാണ്. അത് നമുക്ക് ബാഡ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ലേ. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് വീണ്ടും നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ശ്രദ്ധിക്കേ. ഹൗ വണ്ടർ ഈസ് നേച്ചർ.
ഈ പ്രകൃതി എന്തൊരു അതിശയമാണ്. ഈ ഒരു സംഭവം എഴുതാൻ പോകുമ്പോൾ നമുക്ക് പറയാം അല്ലെ, കാരണം വൈറ്റ് സ്ക്വയറൽ അല്ലേ ഉണ്ടായേ. ഓ ഈ പ്രകൃതി ഒരു സംഭവം തന്നെ, ഒരു വല്ലാത്തൊരു അതിശയം തന്നെ പറയാം അല്ലെ. എന്ന് നോക്കിയേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് വരാം. നോക്കിയേ, ഐ കുഡന്റ് സ്റ്റോപ്പ് വണ്ടറിങ് അറ്റ് ദാറ്റ് ക്യൂട്ട് ബേബി സ്ക്വയറൽ. എനിക്ക് ആ ഒരു എൻ്റെ ഒരു അതിശയം എനിക്ക് ഓർമ്മ അത്ര നിർത്താൻ, ആ അതിശയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. I couldn't stop wondering at that cute baby squirrel. I have never seen such a wonderful sight in my life. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു എന്താണ് കാഴ്ച കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. നോക്കിയേ, ഇറ്റ് വാസ് സച്ച് എ സർപ്രൈസ്. ഇതെനിക്ക് വളരെയധികം സർപ്രൈസ് ആണ്. അതുകൊണ്ടാണ് മുന്നിൽ ആദ്യമേ നമ്മൾ പറഞ്ഞത് ആ ഒരു ഫസ്റ്റ്, ഓ മൈ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. ഐ കുഡന്റ് സ്റ്റോപ്പ് വണ്ടറിങ് അറ്റ് ദാറ്റ് ക്യൂട്ട് ബേബി സ്ക്വയറൽ. ഐ ഹാവ് നെവർ സീൻ സച്ച് എ വണ്ടർഫുൾ സൈറ്റ് ഇൻ മൈ ലൈഫ്. ഇറ്റ് വാസ് സച്ച് എ സർപ്രൈസ്. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് കമ്മിങ് ടു ദ പോയിന്റിലേക്ക് വരാം. എന്താണ് നമ്മുടെ ആ ഒരു ഡയറിയിൽ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സൈറ്റഡ് ആയതുള്ള ആ ഒരു എന്താണ് എക്സ്പ്ലനേഷനിലേക്ക്, പോയിന്റ്സിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിക്കേ, ഐ കുഡന്റ് സ്റ്റോപ്പ് വണ്ടറിങ് അറ്റ് ദാറ്റ് cute baby squirrel. That was, I have never seen such a wonderful sight in my life. It was such a surprise. ഇതൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം നോക്കിയേ, I'm so excited because today I saw a strange case of the grey squirrel and the white rat. ഞാൻ ഇന്ന് വളരെയധികം എന്താണ് എക്സൈറ്റഡ് ആണ്. ഇന്ന് എന്ത് ഞാൻ കണ്ടു, ഗ്രേ സ്ക്വയറിന്റെയും വൈറ്റ് റാറ്റിന്റെയും കാര്യത്തിൽ ഞാൻ വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കേസ് ഞാൻ കണ്ടു, ഗ്രേ സ്ക്വയറിന്റെയും വൈറ്റ് റാറ്റിന്റെയും. ഇതെന്ന് നോക്കിയേ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. The white rat was grandfather's. ആരതാ വൈറ്റ് റാറ്റ്? ഗ്രാൻഡ് ഫാദറിന്റെ. Some day before grandpa bought the rat from the bazaar for and asked, I like the rat very much. He is my favorite. എന്റെ ആ ഒരു കഥ പറയുന്നത് അല്ലെ, എന്റെ മുത്തച്ഛനാണ് ആര് ഈ വൈറ്റ് റാറ്റിനെ കൊണ്ടുവന്നത്. അതെന്റെ വളരെയധികം ഫേവറേറ്റ് ആണ്. I took the rat in the banyan tree every day. ഞാൻ എപ്പോഴും ആ റാറ്റിനെ banyan ട്രീന്റെ അടുത്തേക്ക് കൊണ്ടുപോയായിരുന്നു. banyan ട്രീന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. From there he made a thick bond between grey squirrel. അതുകൊണ്ട് തന്നെ ഗ്രേ സ്ക്വയറൽ ആയിട്ട് വൈറ്റ് റാറ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയാ, അതിന് ആ സ്റ്റോറിയിലെ കുറച്ച് ഇൻസിഡൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നാല് ഈ ഒരു സംഭവത്തിലേക്ക് എത്തൂലോ. ഓക്കെ, നോക്കിയേ, yesterday grandma's knitting was missing. I searched everywhere but without success. ഞാൻ എല്ലാ സ്ഥലത്തും പരതി, പക്ഷെങ്കിൽ ഗ്രാൻഡ്മദറിന്റെ നിറ്റിംഗ് മിസ് ആയിട്ടുണ്ട്. ഞാനത് എല്ലാ സ്ഥലത്തേക്കും പരതി, പക്ഷെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. Then today I saw something glowing on the hole of a baby banyan tree. ആ ഒരു സമയത്ത് banyan treeന്റെ ആയിരുന്ന ഒരു തിളക്കം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. Then today I saw something on the hole of a banyan tree. banyan treeന്റെ അടുത്ത് ഞാനൊരു തിളക്കം കണ്ടിട്ടുണ്ടായിരുന്നു. When I looked at closer, I understood that it was the missed knitting. Inside that hole, in between the knitting, there were 3 wonders. എന്താ പറയുന്നത് ഞാൻ ആ ഒരു നിറ്റിങ് എന്താണ് ആ ഒരു banyan treeന്റെ ആ ഒരു ഹോളിന്ന്, ആ ഒരു കൂടിന്റെ ഒരു ഹോളിന്ന് ആ ഒരു നിറ്റിങ് ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. ആ നിറ്റിങ് തിളങ്ങുന്നതായി കണ്ടു. അപ്പോൾ അവിടെ എന്തുണ്ടായി, ആ ഒരു ഞാൻ ഇതിന്റെ അടുത്തേക്ക് പോയപ്പോ എനിക്ക് എന്ത് കാണാൻ പറ്റി, ഒരു അത്ഭുതം കാണാൻ പറ്റി. എന്താ നോക്കിയേ, ഐ എം സർപ്രൈസ്ഡ്. ഒരുപാട് സർപ്രൈസ്ഡ് ആയി. എന്തുകൊണ്ടാ, there were 3 baby squirrel in that hole. While made me surprised more was they 3 are the white color. എന്താണ് അവിടെ 3 വൈറ്റ് സ്ക്വയറൽ ഉണ്ടായിരുന്നു. അതെന്നെ കൂടുതൽ സർപ്രൈസ്ഡ് ആക്കി. അതിന്റെ കളർ എന്താ, വൈറ്റ് കളറാണ്. അത് കണ്ടപ്പോ എനിക്ക് കൂടുതൽ സർപ്രൈസ്ഡ് ആയി ഞാൻ. 3 വൈറ്റ് ബേബി സ്ക്വയറൽ, ഈസ് ദാറ്റ് പോസിബിൾ? അതെന്താണ്, 3 വൈറ്റ് സ്ക്വയറൽ ആണ്, അങ്ങനെയൊക്കെ നടക്കുമോ, അതൊക്കെ പോസിബിൾ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. നമ്മൾ ആ ഒരു ഇമോഷണൽ എഴുതുന്നത്, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഈസ് ദാറ്റ് പോസിബിൾ? അങ്ങനെയൊക്കെ നടക്കുമോ, പോസിബിൾ ആണോ? ഇറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ടു സീ വൈറ്റ് സ്ക്വയറൽസ്. ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതെടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, കുറച്ച് നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ പറയണം. What a wonderful sight. എന്തൊരു അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെ. When I told to grandfather, he confirmed that rat must be the father of the baby squirrel. ഞാൻ അതിനെപ്പറ്റി എന്റെ മുത്തച്ഛനോട് ചോദിച്ചു. അപ്പൊ മുത്തച്ഛൻ എന്താ പറഞ്ഞേ, ഇത് എന്താണ് ഇതിന്റെ അച്ഛൻ, മുത്തച്ഛൻ എന്താ പറഞ്ഞേ, ഈ വൈറ്റ് സ്ക്വയറലിന്റെ ഫാദർ ആരാണ്, റേറ്റ് ആണെന്ന് പറഞ്ഞു, ഉറപ്പിച്ചു. ഓ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ബേബി സ്ക്വയറൽ. ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി സ്ക്വയറൽ ആണ്. എന്താ പറഞ്ഞേ, അവന് കൂടുതൽ സന്തോഷായി. മൈ റാറ്റ് ഹാസ് ബിക്കം ഫാദർ ഓഫ് 3 ലിറ്റിൽ വൈറ്റ് സ്ക്വയറൽ ബേബീസ്. എനിക്ക് കൂടുതൽ സന്തോഷായി. എന്റെ എന്താണ് റാറ്റ് തന്നെയാണ് ഈ ഒരു
3 വൈറ്റ് ബേബി സ്ക്വയറിന്റെ ഫാദർ എന്ന് കേട്ടപ്പോ ബോയ്ക്ക് വളരെയധികം സന്തോഷമായി. ഈവൺ മൈ ഗ്രാൻഡ് പാ ഹാസ് ഇൻ സീ സച്ച് എ വണ്ടർഫുൾ ക്രിയേച്ചേഴ്സ്. എന്റെ മുത്തച്ഛൻ പോലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഓക്കെ, ഇതൊക്കെ ലാസ്റ്റ് ആയ ഒരു ഡയറി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എങ്ങനെ എഴുതണ്ടേ നോക്കിയേ. അതും കൂടെ കുറച്ചും കൂടെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ആ ഒരു എൻഡിങ്ങിൽ ആ ഒരു കൺക്ലൂഷൻ നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു എൻഡിങ് കൊടുത്തിട്ട് എഴുതാം. വാട്ട് മിറാക്കുലസ് നേച്ചർ ഈസ് വിത്ത് ഫുൾ ഓഫ് ഹിഡൻ സീക്രറ്റ്സ് ആൻഡ് സൈറ്റ്സ്. ഓ ഈ നേച്ചർ എന്ന് പറയുന്നത് വളരെ അത്ഭുതം തന്നെ. എന്തൊക്കെ കാര്യങ്ങളാ, എന്തൊക്കെ രഹസ്യങ്ങളാണ് ഇതിലുള്ളത്, എന്തൊക്കെ കാഴ്ചകളും എന്തൊക്കെ ഹിഡൻ സീക്രട്സ് ആണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. കുറച്ചുകൂടി നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആ ഒരു എൻഡിങ്ങിൽ കൊടുക്കുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു ടെക്നിക് ആവും. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡയറി അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലെ എല്ലാ കാര്യവും നമ്മൾ ആ ഇൻസിഡന്റ് മൊത്തം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡയറിയിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ നമ്മുടെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മാർക്സ് സ്കോർ ചെയ്യാനുള്ള ആ ഒരു സിമ്പിൾ വേ ആണത്. ഓക്കെ, നമുക്ക് നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്കതൊരു ഇംപ്രഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വൈറ്റ് റാറ്റിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ ബോയ് എഴുതുന്ന ഒരു ഡയറി. അതുപോലെ തന്നെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ബോയുടെ തന്നെ ലെറ്റർ. ഏത് മംഗൂസിന്റെയും കോബ്രാന്റെയും ഫൈറ്റിനെ കുറിച്ച് ഡയറി എഴുതാം. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ എഴുതാം ഇങ്ങനെ ഒരു ഡയറി. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ദെൻ ബോയ് ആണെങ്കിലും ഈ ഒരു വൈറ്റ് റാറ്റിനെ പറ്റിയിട്ട് ഡയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ ഒരു കാര്യം പഠിച്ച് നമുക്ക് കുറെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മംഗൂസിന്റെയും കോബ്രാന്റെയും ഫൈറ്റിനെ കുറിച്ചാണ് ബോയ് എഴുതുന്ന ഡയറി എങ്കിൽ ആ ഒരു ഡയറി നമ്മൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്കത് ഗ്രാൻഡ് ഫാദറിലും ഗ്രാൻഡ് മദറിലും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ബോയിന്റെ ഈ ഒരു ഡയറി വൈറ്റ് റാറ്റിന്റെ എക്സൈറ്റ്മെന്റിൽ എഴുതുന്ന ഈ ഒരു ഡയറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്